എല്ലാവർക്കും നമസ്കാരം. സിവിൻ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് ജിങ്കന്റെ വിടവാങ്ങൽ എന്ന വിഷയം. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പേര് എന്നോട് ചോദിച്ചത് മാനേജ്മെന്റ് ഈ ഡിസിഷൻ എടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് എന്താണ്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു മറ്റൊരു കാര്യം ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതിനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റ് എടുത്ത ഡിസിഷനേക്കാളും നമ്മൾക്ക് ജിങ്കനോടുള്ള ഒരു ആരാധനയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സന്ദേശ് ജിങ്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. 2011 ചണ്ഡീഗഡ് അണ്ടർ-18 ടീമിൽ സ്ഥാനം നേടിയാണ് ഇദ്ദേഹം ഫുട്ബോൾ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലെ യുണൈറ്റഡ് സിക്കിമിൽ ഒരു ട്രയൽ ലഭിച്ചാണ് 2011 നവംബർ മാസത്തിലാണ് ഇദ്ദേഹം ഒരു ക്ലബ്ബ് കരിയർ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാം. ആ സമയത്ത് നമുക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു താരത്തെ അറിയാവുന്നുള്ളത് സംശയമാണ്. കേരള ആരാധകർക്കോ ഫുട്ബോൾ ആരാധകർക്കോ അറിയത്തില്ല. എനിക്ക് പോലും ഇങ്ങനത്തെ ഒരു താരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി അവിടെ നിന്ന് വാർത്തെടുക്കുകയായിരുന്നു സന്ദേശ് ജിങ്കൻ. 2014 ജൂലൈ 22 ആദ്യമായിട്ട് ISL ഡ്രാഫ്റ്റ് വന്നപ്പോൾ അതിന്റെ സെക്കൻഡ് ഡ്രാഫ്റ്റിൽ തന്നെയാണ് സന്ദേശ് ജിങ്കനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സ്വന്തമാക്കിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ മത്സരത്തിൽ ഇദ്ദേഹം കളിച്ചിരുന്നില്ലായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഇദ്ദേഹം സ്റ്റാർട്ടിംഗ് 11-ലെത്തി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു തിരിഞ്ഞുനോക്ക് ഇല്ലായിരുന്നു. കാരണം ആദ്യത്തെ സീസണിൽ തന്നെ 14 മത്സരങ്ങളാണ് ഇദ്ദേഹം കളിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ആദ്യത്തെ സീസണിലെ മികച്ച പ്രകടനം കാരണം തന്നെ ഇദ്ദേഹത്തിന് എമർജിംഗ് പ്ലെയർ അവാർഡും സ്വന്തമാക്കിയിരുന്നു. 2015 സീസണിൽ ഐ ലീഗിൽ ലോണിന് ശേഷം തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ഡിഫൻഡർ എന്ന പട്ടമാണ് നൽകിയത്. അതായത് ഏതൊരു കളിക്കാരനും ശരിക്കും പറഞ്ഞ ഒരു അസൂയാഭാവം തോന്നുന്ന തരത്തിലുള്ള ഒരു പട്ടമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തത്. 22-23 വയസ്സിലാകുമ്പോഴത്തേക്കാണ് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കുന്നത് ആലോചിക്കുന്നത്. ഇപ്പം നമ്മുടെ സുനിൽ ഛേത്രി പോലെ ഒരു താരം 28-29 വർഷം കൊണ്ട് നേടിയ ആ ഒരു ഫിഗറാണ്, സാലറി ഫിഗറാണ് സന്ദേശ് ജിങ്കിന്. അതിനോടൊപ്പം ചേർക്കുന്ന ഒരു ഫിഗർ തന്നെയാണ് സന്ദേശ് ജിങ്കിന് ലഭിച്ചതെന്ന് നമ്മൾ ഓർക്കണം. 2017-18 അദ്ദേഹത്തിന് നമ്മൾ ക്യാപ്റ്റൻ സ്ഥാനവും നൽകിയിരുന്നു. 2 സീസണിൽ അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ പഴുക്ക് മൂലം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ക്യാപ്റ്റൻ സ്ഥാനം മറ്റൊരാളായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മാനേജ്മെൻറ്റ് അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിനെ ചേർത്ത് നിർത്താൻ തന്നെ എത്രയും നാളും ശ്രമിച്ചിട്ടുള്ളൂ. മറ്റുള്ള ഡിഫൻഡേഴ്സിൽ നിന്ന് എന്തുകൊണ്ട് സന്ദേശ് ജിങ്കൻ വേർതിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി തന്നെയാണ്. ഇതിന് അടിവരയിട്ട് പറയാവുന്ന ഒരു പേരാണ് ഗോർമങ്കി സിംഗ്. അതായത് ജിങ്കന് മുമ്പ് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഇന്ത്യൻ ഡിഫൻഡർ സെൻട്രൽ ബാക്ക് താരമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന് എത്ര വിലപിടിച്ചതാക്കാനും ഈ ഫിസിക്കൽ എബിലിറ്റി വലിയൊരു സഹായമായിരുന്നു. 182 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉയരം. അപ്പം അതിനുശേഷമാണ് സന്ദേശ് ജിങ്കൻ വന്നത്. സന്ദേശ് ജിങ്കൻ്റെ നല്ല ഉയരമുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫിസിക്കാലിറ്റി ഉള്ള ഒരു ഡിഫൻഡർ ആയിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിസിക്കാലിറ്റി ഉള്ള ഡിഫൻഡേഴ്സ് വളരെ കുറവായിരുന്നു. സന്ദേശ് ജിങ്കിന് ശേഷം നമുക്കിപ്പോൾ 2-3 പേരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സന്ദേശ് ജിങ്കൻ വന്ന സമയത്ത് അങ്ങനെ അത്രയും ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു താരമില്ലായിരുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി, ധൈര്യപൂർവ്വം ചെയ്യുന്ന ടാക്കിളും, തീർച്ചയായിട്ടും സ്ലൈഡ് ടാക്കിളാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത് മൂന്നുമാണ് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് സന്ദേശ് ജിങ്കിനെ തോന്നിയിട്ടുള്ളത്. മറ്റുള്ള ഡിഫൻഡേഴ്സ് എല്ലാം കുറച്ച് പകച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ധൈര്യപൂർവ്വം മുന്നിലേക്ക് കയറി വന്ന് ഫോറിനറിന്നോ ഇന്ത്യൻ പ്ലേയേഴ്സിനോ ഒന്നും ഇല്ലാതെ തന്നെ ഏത് പ്ലേയേഴ്സിനെയും ഡിഫെൻഡ് ചെയ്യാം, നമുക്കും പറ്റും, ഇന്ത്യൻ താരങ്ങൾക്കും പറ്റും എന്ന് കാണിച്ചു തന്നത് ISLലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ കാണിച്ച് ഈ ലോകത്തിനോട് തന്നെ പറഞ്ഞു കൊടുത്ത ഒരു താരമാണ് സന്ദേശ് ജിങ്കൻ. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തുകൊണ്ടാണ് സന്ദേശ് ജിങ്കനെ ഇത്ര അധികം സ്നേഹിച്ചത് എന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് നല്ല രീതിയിലൊന്ന് ചിന്ത നടത്തി. ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോട് ഒപ്പം ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ സീസൺ വരെ നമ്മുടെ ഒപ്പം മഞ്ഞ കുപ്പായത്തിൽ ISLൽ മറ്റൊരു കുപ്പായത്തിൽ നമ്മൾ ജിങ്കനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ISLൽ തന്നെ മറ്റൊരു ഇന്ത്യൻ താരങ്ങൾക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. കാരണം എല്ലാ ഇന്ത്യൻ താരങ്ങളും ഓരോരോ ക്ലബ്ബുകളിൽ മാറി കളിച്ചിട്ടുണ്ട്. എല്ലാവരും ജേഴ്സി മാറി പോയിട്ടുണ്ട്. പക്ഷെ സന്ദേശ് ജിങ്കൻ മാത്രമേ ഉള്ളൂ ഒരേ ജേഴ്സിയിൽ എല്ലാ സീസണിലും തുടർന്നത്. ഇനി നമുക്ക് മറ്റൊരു ജേഴ്സിയിൽ കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ അത് നമ്മൾക്ക് വലിയൊരു സ്വാധീനം നമ്മൾ ചെലുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസ്റ്റർ ബോയ് എന്ന് പറയുന്നത് സന്ദേശ് ജിങ്കൻ തന്നെയായിരുന്നു. അതിലും നമുക്കൊരു സംശയമൊന്നുമില്ല. ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പൊതുവെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹോസു, ബെൽഫോർട്ട്,
ഹ്യൂംസ് എന്നിങ്ങനെയുള്ള താരങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള ആരാധക പിന്തുണ ഉള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണ ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അതിൽ ഓരോന്നായിട്ട് പരിഗണിക്കാം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണോ നമ്മൾ വിലയിരുത്തുന്നത്? പെർഫോമൻസ് മാത്രമാണോ അദ്ദേഹത്തിന് വിലയിരുത്തുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കാര്യമായിട്ട് ചിന്തിച്ച് നോക്കുക. കാരണം പെർഫോമൻസും അതേപോലെ തന്നെ ടീം കമ്മിറ്റ്മെൻറ്റും ഇത് രണ്ടും ഉള്ള മറ്റു കുറേ താരങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുൻകാല സീസണിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസും ടീം കമ്മിറ്റ്മെൻറ്റും നടത്തിയ താരങ്ങളാണ് ഹെങ്ബർട്ട്. അതുപോലെ തന്നെ കുറച്ച് നാൾ കളിച്ചിട്ടുണ്ടെങ്കിലും അത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളവരാണ് ഹ്യൂക്സ്. ഇപ്പോൾ അവസാന സീസണിൽ ഒഗ്ബേച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒഗ്ബേച്ച ആ ഒരു സ്കോർ ചെയ്ത കാര്യങ്ങൾക്ക് ഒഗ്ബേച്ചൻ നമ്മൾ സംസാരിക്കുമെങ്കിലും നമ്മൾ ഈ ഹോസൂനെ പോലെയോ അല്ലെങ്കിൽ സഹലിനെ പോലെയോ അല്ലെങ്കിൽ ജിങ്കിനെ പോലെയോ എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. പിന്നെ മേഹ്താബ് ഹുസൈൻ, ജസല്, പിയേഴ്സണ്, ലല്ലു താര ഇങ്ങനെയുള്ള താരങ്ങൾ നമ്മൾ ഇവരെയൊക്കെ വല്ലപ്പോഴും ഒക്കെ അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഒരു കളി കഴിഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇവരുണ്ടായിരുന്നെങ്കിൽ ഇവർ നല്ലതായിരുന്നു, ഇവർ മികച്ചതായിരുന്നേനെ എന്ന് പറയുമ്പോഴോ അതല്ലെങ്കിൽ ആ ഒരു പ്രകടനത്തിൻ്റെ അവസരങ്ങളിലോ അല്ലാതെ നമ്മൾ സീസണിന് ഉടനീളം, അതായത് നമ്മൾ വൺസ് അവർ കളിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉടനീളം അവരെക്കുറിച്ച് ചിന്തിക്കാത്ത സമയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നും ചിന്തിച്ച് നോക്കുക. ഉദാഹരണത്തിന് സന്ദേശ് ജിങ്കൻ്റെയൊക്കെ കാര്യം നിങ്ങൾ എപ്പോഴായാലും നമ്മൾ സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹോസുവിനെ 3ാം സീസണിലാണ് അദ്ദേഹം കളിച്ചെങ്കിൽ അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹത്തിന് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആരാധകർ പിന്നെ എല്ലാ സീസണിലും തുടർച്ചയായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബെൽഫോർട്ടിനെ. അപ്പം ഇങ്ങനെയുള്ള താരങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് അവരെ കുറിച്ച് കേൾക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് തോന്നി മറ്റുള്ളവരിൽ നിന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദേശ് ജിങ്കനെ പോലുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് അവർക്ക് ഉള്ള ഇഷ്ടം എപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ സന്ദേശ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചോ പറയാത്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് മറ്റൊരു ഉദാഹരണമാണ് ഹോസു. ഈവൻ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഇൻ്റർവ്യൂവിന് പോലും അദ്ദേഹം പറഞ്ഞു ഒരു ഫോൺ കോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു എത്തിച്ചേരും എന്നുള്ള ഒറ്റ മിസ് കോൾ മാത്രം മതി ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എത്താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തിരികെ എത്താൻ ഇഷ്ടമല്ല എന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാധകരുടെ ഉള്ളിൽ എപ്പോഴും അവർ തൻ്റെ ക്ലബിനോടുള്ള സ്നേഹവും ആരാധകരോടുള്ള സ്നേഹവും പറയും. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ മറ്റൊരു വാർത്തയും നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഹെങ്ബോർട്ടോ അല്ലെങ്കിൽ ഹ്യൂക്സോ ഇവരൊക്കെ ടീമിനോടുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ഇതിങ്ങനെ എടുത്ത് പറയാറില്ല, അല്ലെങ്കിൽ അവ ആവർത്തിച്ച് പറയാറില്ല. അങ്ങനെ പ്രകടമാക്കുന്ന ഒരു സ്വഭാവമല്ല ഇവർക്കുള്ളത്. ഇത് തന്നെയാണ് മറ്റുള്ള താരങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ള ഇങ്ങനത്തെ പെർഫോമൻസ് നേടിയ താരങ്ങൾ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അവരോട് ഇങ്ങനെ എടുത്ത് ചോദിക്കുമ്പോഴാണ് അതിനൊരു ഉത്തരവായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇതിനകത്തൊരു മറ്റൊരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിങ്കനൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബെസ്റ്റ് ഫാൻസ് ഇൻ ഇന്ത്യ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ ഹ്യൂക്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ബെസ്റ്റ് ഫുട്ബോൾ ഫാൻസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതാണ് ഒരു വ്യത്യാസം. കാരണം അവരെപ്പോഴും ഒരു ഫാൻസ് ബേസ് എന്നുള്ളതും ഹ്യൂക്സിനെ പോലുള്ള താരങ്ങൾ അവരുടെ ഫുട്ബോൾ ആരാധകർ എന്നുള്ള രീതിയിലുമാണ് കാണുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി ഉറപ്പിക്കാൻ ഞാൻ പറയുവാണ്. നിങ്ങളെ സ്പോർട്സിൽ പൊതുവെ നമ്മൾ മിക്കപ്പോഴും 2 തരത്തിലുള്ള പ്ലേയേഴ്സിനെ സ്നേഹിക്കാറുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവായിട്ടുള്ള പ്ലേയേഴ്സാണ്. അതായത് അവർ സ്വന്തം കളികളുടെ ശൈലി കൊണ്ട് വളരെയധികം ഡോമിനൻസ് ഒപ്പണൻസിനെതിരെ കാണിക്കുക. അതായത് എതിരാളിക്ക് മുമ്പ് വലിയധികം ഡോമിനൻസ് കാണിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അഗ്രസീവ്നെസ് കാണുന്നത് നമുക്ക് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡോമിനൻസ് ആ ഒരു ഇത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്യുന്ന കാണുമ്പോൾ ഉള്ള ഒരു എനർജി, മാസ് ഫിലിമിന് കാണുമ്പോൾ ഉള്ള അതേ എനർജി തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ ഉദാഹരണം വിരാട് കോഹ്ലിയുടെ അഗ്രസീവ്നെസ് ആണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധന ഉണ്ടാക്കിയെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് എല്ലാ സ്പോർട്സിലും കാണാൻ സാധിക്കും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് ജിങ്കന് ഇതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ അഗ്രസീവ്നെസ് വളരെ ആരാധന പിന്തുണ ലഭിച്ചു. അതേപോലെ തന്നെ റോജർ ഫെഡറർ ആണെങ്കിലും അതേപോലെ റൊണാൾഡോ ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും ഇനി മറ്റുള്ള സ്പോർട്സ് നോക്കുന്ന ലീബ്രോൺ ജെയിംസ് ബാസ്കറ്റ്ബോൾ താരം ഇങ്ങനെയുള്ള താരങ്ങളെല്ലാവരും വളരെയധികം അവരുടെ അഗ്രസീവ്നെസ് തുറന്ന് കാണിച്ചിട്ടുള്ളവരാണ്. ഇനി മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കുന്ന സ്പോർട്സിനോട് വളരെയധികം പാഷനേറ്റായിട്ട് അവരുടെ സ്നേഹം അവരുടെ വൈകാരികത നമുക്ക് മുമ്പിലും തുറന്ന് കാണിച്ചിട്ടുള്ളവരായിരിക്കും.
ഉദാഹരണത്തിനാണ് മെസ്സി പോലുള്ള ഒരു താരത്തെ നിങ്ങൾക്കറിയാം, അദ്ദേഹം വളരെ പാഷനേറ്റാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈകാരിക നിമിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അദ്ദേഹം വേൾഡ് കപ്പിൽ നിന്ന് തോൽവി അടങ്ങി അദ്ദേഹം വിതുമ്പുന്നത് നമ്മുടെ മനസ്സിലെല്ലാം തറങ്ങി നടക്കുന്ന ഒരു ഇമേജാണ്. ഇതേപോലെ തന്നെയാണ് സച്ചിനുള്ളത്. സച്ചിൻ്റെയും നമുക്ക് വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ് സച്ചിനോടുള്ളത്. ഇതേപോലെ തന്നെ മറ്റുള്ള സ്പോർട്സും നമ്മൾ നോക്കുകയാണെങ്കിലും സുനിൽ ഛേത്രി ആകട്ടെ, അതേപോലെ തന്നെ സെറീന വില്യംസ്, നൊവാക് ഡെച്ചോവിച്ച്, ഇങ്ങനെയുള്ള താരങ്ങളെല്ലാവരും ഈ ഒരു കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാരണം തന്നെയാണ് ഇപ്പോൾ F1 റേസിംഗ് പോലുള്ളൊരു അഗ്രസീവായിട്ടുള്ള സ്പോർട്സ് ക്രിക്കറ്റിനേക്കാളും കൂടുതൽ ജെന്റിൽമാൻ ക്രിക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗെയിമിനേക്കാളും കൂടുതൽ ഫാൻസ് ലോകമെമ്പാടും ഉള്ളതും ഇങ്ങനത്തെ ഉള്ള ഒരു കാറ്റഗറീസ് ഉണ്ടായത് തന്നെയാണ്. അപ്പം ഈ അഗ്രസീവ്നെസ്സും അതേപോലെ തന്നെ പാഷനേറ്റായിട്ടുള്ള കളിക്കാരും, ഈ രണ്ട് കളിക്കാരുടെ ഇടയിലാണ് നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നത്, നമ്മൾ ആരാധകർ നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സന്ദേശ് ജിങ്കൻ എന്ന വ്യക്തിയാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്, അതോ സന്ദേശ് ജിങ്കൻ എന്ന ഫുട്ബോളറിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ പറയുക. പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിങ്കന് പകരക്കാരനുള്ളതെന്നുള്ളതാണ്. ശരിക്കും ജിങ്കന് പകരക്കാരൻ എന്നുള്ള ഒരാളെ നമുക്ക് എന്തായാലും ലഭിക്കാൻ സാധ്യതയില്ല, കാരണം ജിങ്കൻ ഒന്നേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു നല്ലൊരു ഇന്ത്യൻ സെൻട്രൽ ബാക്കിനെ നമ്മുടെ മാനേജ്മെൻറ്റ്, നമ്മുടെ കോച്ചും നമുക്ക് സമ്മാനിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മാനേജ്മെൻറ്റിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാൻ എടുക്കുന്ന വിഷയം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരിക, മാക്സിമം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വേണം നമ്മുടെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സോട്ട് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്.